ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഹാൻഡ് വാഷാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചരുവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു കളറുള്ള PH സോപ്പാണ്. നിങ്ങൾക്ക് ഏത് സോപ്പ് വേണോ ഇവിടെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇതേപോലത്തുള്ളൊരു ഗ്രേറ്റർ കൊണ്ട് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചരുവത്തിൽ ഒഴിച്ച് വെച്ചേക്കുന്ന ഈ വെള്ളം നല്ല രീതിയിൽ തിളയ്ക്കണം. നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച് സോപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ സോപ്പ് ഇടാൻ പോവുകയാണേ. മൊത്തം സോപ്പ് നമ്മളിതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. നല്ല രീതിയിൽ കളറായിട്ടുണ്ട്. സോപ്പ് നല്ല രീതിയിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് തണുക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ഹാൻഡ് വാഷ് 8 മണിക്കൂറാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് നല്ല ജെല്ലി പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്കിത് നിറച്ച് വയ്ക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ്. നിങ്ങൾക്ക് ഏത് കണ്ടെയ്നർ വേണോ എടുക്കാവുന്നതാണ്. നമ്മൾ ഈ കുപ്പിയിലോട്ട് ഹാൻഡ് വാഷ് നിറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കണ്ടെയ്നറിൽ വീഴ്ത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കണ്ടെയ്നറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കണ്ടെയ്നർ വേണോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പതയുന്നുണ്ട്. നല്ല പതയുന്നുണ്ട്. നിങ്ങൾക്കും ഇതേപോലുള്ളൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മൾ തണുക്കാൻ വെച്ചിരുന്ന ഹാൻഡ് വാഷ് 8 മണിക്കൂറാണ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഇത് നല്ല ജെല്ലി പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്കിത് നിറച്ച് വയ്ക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറാണ്. നിങ്ങൾക്ക് ഏത് കണ്ടെയ്നർ വേണോ എടുക്കാവുന്നതാണ്. നമ്മൾ ഈ കുപ്പിയിലോട്ട് ഹാൻഡ് വാഷ് നിറച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുള്ള് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കണ്ടെയ്നറിൽ വീഴ്ത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കണ്ടെയ്നറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കണ്ടെയ്നർ വേണോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പതയുന്നുണ്ട്. നല്ല പതയുന്നുണ്ട്. നിങ്ങൾക്കും ഇതേപോലുള്ളൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ടാറ്റാ, ബൈ ബൈ, സീ യു.